വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. സ്വർണപാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 407 ഗ്രാം സ്വർണം ലോക്കറിൽ ഉണ്ടെന്നും കോടതിയുടെ അനുമതി ലഭിച്ചെന്നും ഒക്ടോബർ 17-ന് തന്ത്രിയുടെ അനുവാദത്തോടെ സ്വർണപാളി സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അറ്റകുറ്റപ്പണിക്കായി സ്വർണപാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ വീഡിയോ ചിത്രീകരണവും മെഹ്സറും തയ്യാറാക്കിയാണ്. തിരുവാഭരണം കമ്മീഷണർ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 14 പാളികളിലായി 38 കിലോയാണ് ഉണ്ടായിരുന്നത്. 12 പാളി മാത്രമാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. അതിൽ 281 ഗ്രാം സ്വർണമാണ് ഉണ്ടായിരുന്നത്. ചെന്നൈയിൽ കേവലം 10 ഗ്രാം മാത്രമാണ് നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം നവീകരണത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നു. നവീകരണത്തിന് ശേഷം 291 ഗ്രാം സ്വർണമായി. 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം തേടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനില്ലെന്നും ഞങ്ങൾക്ക് ഒന്നും ഒളിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും പ്രശാന്ത് പറഞ്ഞു. സത്യസന്ധമായ അന്വേഷണം വേണമെന്നും 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണയാണ് വ്യാജ ആരോപണങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വ്യാജ ആരോപണവുമായി വന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പെട്ടു. 4 കിലോഗ്രാം സ്വർണം കുറഞ്ഞു എന്ന് പറഞ്ഞു എത്തിയ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല? പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടാൽ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ ഭരിച്ചിട്ടില്ല എന്ന് തോന്നും. ദേവസ്വം ബോർഡ് മന്ത്രിയുടേത് ആണെങ്കിലും എന്റേതാണെങ്കിലും കൈകൾ ശുദ്ധമാണ്. സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചെമ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. 2019 ഉത്തരവിലാണ് ചെമ്പ് എന്ന ചോദ്യങ്ങളോട് രോഷാകുലനായ പ്രശാന്ത് അതിൽ ഞാൻ എന്തു ചെയ്യണമെന്നും അത് കോടതി അന്വേഷിക്കട്ടെ എന്നും പ്രശാന്ത് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.